ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, 4 പച്ചമുളക് വേണം, വേവിച്ചുടച്ച 2 ഉരുളക്കിഴങ്ങ് വേണം, 3 സവാള വേണം, 2 മീഡിയം സൈസും 1 വലിയ സവാളയും വേണം. ചിക്കൻ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലെ എല്ലുകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഉരുളക്കിഴങ്ങും സവാളയും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ ഇത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് കട്ട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസുമാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കട്ട്ലേറ്റ് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് 2 മിനിറ്റ് അപ്പുറം ഒന്ന് വറുത്തെടുക്കാം.